സ്വാഗതം. കടക്കൽ ചാണപ്പാറ സന്മാർഗദായിനി സ്മാരക വായനശാലയുടെ 73ാമത് വാർഷികം സർഗോത്സവം വായനശാല അങ്കണത്തിൽ വെച്ച് നടന്നു. കാർഷികോത്സവം, കലാകായിക സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, നൃത്തോത്സവം, നാടകങ്ങൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു. രണ്ട് മേഖല ഇത് രണ്ടുമാണ്. അപ്പൊ അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ വില കുറച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. പാലിന്റെ വില ക്ഷീരമേഖലയിൽ അനന്തമായ തൊഴിൽ സാധ്യതയാണുള്ളതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. ചാണപ്പാറ സന്മാർഗദായിനി സ്മാരക വായനശാലയുടെ 73ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്ഷീരവികസന സെമിനാറും ക്ഷീര കർഷക അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെറുകിട വ്യാവസായിക മേഖലകളിലേക്ക് ക്ഷീരകർഷകർ ധൈര്യപൂർവ്വം കടന്നു വരണമെന്ന് മന്ത്രി പറഞ്ഞു. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന മികച്ച ക്ഷീരസംഘങ്ങൾക്കുള്ള അവാർഡ് ദാനവും മികച്ച ക്ഷീരകർഷകരെ ആദരിക്കലും യോഗത്തിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. യോഗശേഷം ക്ഷീരമേഖലയിലെ സംരംഭക സാധ്യതകൾ എന്ന വിഷയത്തിൽ പത്തനാപുരം ക്ഷീരവികസന ഓഫീസർ എസ് ബിജുപാൽ, ഗുണമേന്മ വർധന വഴികൾ എന്ന വിഷയത്തിൽ ക്ഷീരവികസന വകുപ്പ് ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പ്രിൻസി ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാർഷിക മേഖലയിൽ കൃഷിക്കാർക്കാണെങ്കിൽ ഉൽപാദന ചെലവ്, പ്രത്യേകിച്ചും ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവ് കുറച്ച് കൂടുതലാണ്. അത് കൂടുതൽ വരുവാൻ നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ അതിന് ആവശ്യമുള്ള ഫീഡ് അടിക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കില്ല. പുല്ല് വളർത്തണമെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്തില്ല. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എല്ലാവർക്കും വീടും ഭൂമിയും കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഞങ്ങളിപ്പോൾ 25 ഫ്ലാറ്റ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ ലയൺസ് ക്ലബ്ബ് ഒരു 100 വീട് നിർമ്മിച്ച് നൽകും. അതിൽ 25 വീട് നിർമ്മിച്ച് നൽകുന്നത് നമ്മുടെ കടക്കൽ തന്നെ ഒരു വ്യക്തി 1 ഏക്കർ സ്ഥലം നമ്മുടെ ലൈഫ് മിഷന് വേണ്ടി അദ്ദേഹം ദാനം ചെയ്തു. ആ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ 1 ഏക്കർ സ്ഥലത്ത് 25 വീടുകൾ ഉയരുകയാണ്. അപ്പൊ അതെല്ലാം സൗജന്യമായി വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് കൊടുക്കുക. കേരളത്തിൽ 5 ലക്ഷത്തിന് മേലാൾക്കാർക്ക് വീട് കൊടുത്തു. ഞാനത് എടുത്തു പറയാൻ കാരണം ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് ഈ ഇടതിങ്ങി പാർക്കുന്ന ഒരു മേഖലയായി നമ്മുടെ സംസ്ഥാനം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിൽ ഡൽഹിയിൽ പോയി ചടങ്ങിൽ പങ്കെടുത്ത് അവർ മടങ്ങി വരും. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിനുള്ള വലിയ അഭിമാനമുണ്ട്. അതിന്റെ ഒരു പൗരസ്വീകരണവും ആദരവും കൂടിയാണ് ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. എല്ലാ പരിപാടികളിലും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ